നമസ്കാരം. ഈ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് 2 ദിവസമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഈ കാസ, നമ്മുടെ ക്രിസ്ത്യൻ സംഘടനയുണ്ടല്ലോ, അവർ ഒരു വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോഴാണ് അത്ര നിഷ്കളങ്കമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടുന്നൊരു വിഷയമല്ല എന്ന് തോന്നിയത്. കൂടുതലായിട്ടും അതുവരെയും നിഷ്കളങ്കമായിട്ട് എടുത്തു എന്നല്ല, കുറച്ചുകൂടി അതിനെ ഗൗരവമായിട്ട് കാണണമെന്ന് തോന്നിയത്. അതായത് ഒരു മുസ്ലിം മതപണ്ഡിതൻ അദ്ദേഹം നിന്നിട്ട് പ്രസംഗിക്കുന്നതാണ്. എന്താണ്, ഒരു കോളേജിനകത്ത് 2-3 പെൺകുട്ടികൾ, അപ്പോൾ അവർക്ക് ഏതൊക്കെയോ നിസ്കാരങ്ങൾ മുടങ്ങുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോടൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിസ്കരിച്ച് തുടങ്ങുക. അതിനുശേഷം ഒരു പർട്ടിക്കുലർ 2-3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ തുടങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ അവർ ആദ്യം ഒറ്റയ്ക്ക് നിസ്കരിച്ച് തുടങ്ങി. പിന്നെ അവർ 3 പേർ ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ തുടങ്ങി. അതോടുകൂടി പിന്നെ കുറച്ച് കൂടുതൽ ആൾക്കാർ അവരോട് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ക്ലാസ് മുറിയുടെ ഒരു ഭാഗം തന്നെ ആദ്യം നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചു. പിന്നെ PTA കൂടി, രക്ഷിതാക്കളുടെ സമ്മർദ്ദമായി, അങ്ങനെ അവസാന കോളേജിനകത്ത് ഒരു പള്ളി തന്നെ പണിയപ്പെട്ടു എന്നാണ് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിർമ്മല കോളേജിലും അത്തരത്തിലുള്ള നീക്കങ്ങളുടെ തുടക്കമായിരുന്നു എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയം തോന്നുന്ന തലത്തിലാണ് ഇത്തരം പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതവിടെ ഇരുന്നോട്ടെ, എന്തായാലും അത് മുളയിലെന്നുള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. 1. 2, നമ്മുടെ കേരളത്തിലൊരു വിപ്ലവ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് SFI എന്നാണ്. അതിനെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റി ഇന്ത്യ എന്നുള്ളത് മാറ്റി അത് ഇസ്ലാം എന്നാക്കിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അതിന് എനിക്ക് തോന്നാൻ കാരണം മറ്റൊന്നുമല്ല, SFIക്കാരി പറയുന്ന എന്താണ്, നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു വിശദീകരണ കുറിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വിശദീകരണ കുറിപ്പിൽ അവർ ഒരു പ്രത്യേക മതവിഭാഗം, പ്രത്യേക വിഭാഗത്തിൻ്റെ ആവശ്യത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, ഞങ്ങൾ അതിനകത്ത് പങ്കുചേർന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. SFIക്കാരെ ഏതാ ഈ പ്രത്യേക വിഭാഗം? ഒന്ന് പറഞ്ഞുതരാമോ, ഏതാണ് ഈ പ്രത്യേക വിഭാഗം എന്ന്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കണം. അങ്ങനെ ഒരു വിഭാഗം കേരളത്തിലുണ്ട്, ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗം. അതെന്ത് വിഭാഗമാണ്? ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിനോ മറ്റോ ഒരു പുതിയ ബ്ലോക്ക് പണിയുകയും ഒരു ബിൽഡിംഗ് പണിയുകയും, അപ്പോൾ ആ ബിൽഡിംഗ് പണിതതിന് ശേഷം അവിടെ എന്തോ ഒരു ഗണപതി ഹോമം നടത്തിയെന്നും പറഞ്ഞ് DYFIക്കാർ അങ്ങോട്ട് മാർച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നൊരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് നിങ്ങളുടെ കുറേ ട്രോൾ പേജുകളിൽ ട്രോളുകളും ഞങ്ങൾ കണ്ടായിരുന്നു. എന്താണ്, ഇത് സ്കൂളാണ്, അല്ലെങ്കിൽ ഇത് വിദ്യാലയമാണ്, ഇത് നിങ്ങളുടെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ വലിയ ഘോര വിപ്ലവ ട്രോളുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അത് ഏത് വിഭാഗമാണെന്ന് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കില്ലേ? അത് ഏത് വിഭാഗമാണെന്ന് പേരെടുത്ത് പറയാനുള്ള ധൈര്യം പോലും നിങ്ങൾക്കില്ലേ? ഇത് വല്ല ഹിന്ദു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനുസ്മൃതിയിൽ തുടങ്ങി, ബ്രാഹ്മണിക്കൽ ഹെജുമണിയിൽ തുടങ്ങി, അങ്ങ് ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ കയറിപ്പോകൽ നമ്മൾ കുറേ കണ്ടേനെയായിരുന്നല്ലോ. കേരളവർമ്മ കോളേജിനകത്ത് ഉൾപ്പെടെയുള്ള പല ക്യാമ്പസുകൾക്കകത്തും സരസ്വതി ദേവിയെ ഉൾപ്പെടെ നഗ്നയാക്കി വരച്ച് വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആഭാസ പ്രകടനങ്ങൾ കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ നേരെ നിങ്ങൾക്ക് അങ്ങനെ മെക്കിട്ട് കയറാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ധൈര്യവുമുണ്ട്. ഇപ്പുറത്ത് ഒരാവശ്യം വരികയും കേരളീയ പൊതുസമൂഹം പരിപൂർണമായിട്ട് അതിനെതിരാവുകയും ചെയ്തതുകൊണ്ട് മാത്രം അതിനെ തള്ളിപ്പറയേണ്ടി വന്ന നിങ്ങൾക്ക് ആ വിഭാഗത്തിൻ്റെ പേര് എന്ത് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിപ്ലവം തൊലിക്കാനാണെന്നും പറഞ്ഞ് നടക്കരുത്. വെറുതെ വിപ്ലവകാരികൾക്കും കൂടി നിങ്ങളൊരു ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞു വയ്ക്കുകയാണ്. കേരളീയ പൊതുസമൂഹം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നിങ്ങളെ വിപ്ലവകാരികളെന്ന് നിങ്ങൾ സ്വയം വിളിച്ചുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളൊരു പരിപൂർണമായിട്ടും കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ദയവ് ചെയ്ത് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും അപേക്ഷിക്കുകയാണ്. നിങ്ങൾ മാറരുത് കേട്ടോ, പെട്ടെന്നൊന്നും മാറിക്കളയരുത്. കാരണം മാറിക്കളഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നന്നായാലോ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാറരുതെന്ന്. നിങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് തുടരണം. ഓക്കെ.